ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുന്നത് സാധാരണ സമൂസയിൽ നിന്നും കുറച്ചധികം വ്യത്യസ്തതയോട് കൂടിയിട്ടുള്ള ഒരു പഞ്ചാബി സമൂസയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു മാവ് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ആട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ മൈദയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/4 കപ്പ് അളവിൽ റവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഞ്ചാബി സമൂസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാവ് കുഴച്ചെടുക്കേണ്ടത്. മറ്റുള്ള സമൂസയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം ഉണ്ടല്ലോ, അത് ഞാൻ ഈ കാണുന്ന രീതിയിൽ കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മിയെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഡാൽഡയാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതിനെ തിരുമ്മി പിടിപ്പിച്ചെടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും എത്തുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് മിക്സ് ആക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു തിക്ക് പരുവത്തിൽ വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒരു സൈഡിലോട്ട് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു. ഇനി നമുക്കിതിലോട്ടായിട്ടൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു. അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടുകെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കൂടി പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയിലെ വെള്ളമയമെല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു 3 പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു സവാള, ഞാനൊരു വലിയ സവാളയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ തന്നെ നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ആക്കി എടുക്കുക. ഈ സമയം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണം നിങ്ങൾ ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഇപ്പം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് നല്ലൊരു പരുവത്തിൽ വയന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയെടുത്ത് ഈ സമയം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ ആംചൂർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ചാട്ട് മസാല വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ പഞ്ചാബി സമൂസ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ.
എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ മസാലപ്പൊടികളെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുത്ത് അതിലോട്ട് ഒരു അരക്കപ്പ് അളവിൽ ഗ്രീൻ പീസ് കൂടി ഞാൻ വേവിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി മിക്സാക്കി എടുത്ത് ഈ സമയത്ത് ഇതിലോട്ട് ഒരു 400 ഗ്രാം പൊട്ടറ്റോയാണ് ഞാനിവിടെ വേവിച്ചെടുത്ത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ മസാലക്കൂട്ടെല്ലാം ഈ പൊട്ടറ്റോയിൽ നന്നായിട്ട് പെരളുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഈ രീതിയിലാണ് നിങ്ങൾ ഈ പഞ്ചാബി സമൂസക്ക് കൂട്ടുണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സമൂസ കൂട്ട് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം തന്നെ ഞാൻ ഇതിലോട്ടായിട്ടൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. ഒന്നുകൂടി ഇതിനെ നമുക്ക് കുഴച്ചെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. എന്നിട്ട് വലിയ ബോൾസ് ആക്കി എടുത്ത് ഇതിനെ നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി കല്ലിൽ ഇട്ട് വേണം നമ്മളിതിനെ പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. പ്രസ്സിൽ വെച്ച് പരത്തിയെടുത്താൽ നമുക്കിത് അത്ര കണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഈ ഒരു രീതിയിൽ വേണം നിങ്ങളിതിനെ പരത്തിയെടുക്കാനായിട്ട്. പൊടിയൊന്നും തടകാതെ ഈ രീതിയിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കണം. എന്നിട്ട് വലിയ ഒരു പത്തിരിയായിട്ട് ഈ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ. ഇതിനെ 8 പീസസ് ആയിട്ട് ഈ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ മുറിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് തിക്കായിട്ടുള്ളൊരു പത്തിരിയാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ കാണുന്ന രീതിയിൽ ഇതിലോട്ട് മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ മടക്കിയെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് മടക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഈ കാണുന്ന രീതിയിൽ മസാലക്കൂട്ട് വെച്ച് കൊടുത്ത് എന്നിട്ട് അതിനെ മടക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് ആ രീതിയിൽ വേണം നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ് കേട്ടോ ഈ പഞ്ചാബി സമൂസ. നമ്മുടെ മറ്റുള്ള സമൂസ പോലെയല്ല കേട്ടോ. ഇതിൻ്റെ മിക്സും കൂട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മടക്കുന്ന ഷേപ്പും എല്ലാം കുറച്ച് വ്യത്യാസമാണ്. നമുക്കത് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ പത്തിരിയാക്കി ഉണ്ടാക്കിയെടുത്ത് അതിനെ 4 ആയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തോട്ടായിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ മസാലക്കൂട്ട് കുറച്ച് അധികം വെച്ച് കൊടുത്ത് ഈ കാണുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്ത് ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ സമൂസയാക്കി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനൊരു കാസ്റ്റ് ആൻഡ് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റംസാണ് കേട്ടോ. മസാല ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒരേ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഈ പഞ്ചാബി സമൂസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. എല്ലാ ഭാഗവും ഒരേ കളറിലായി കിട്ടണം. ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എണ്ണയെല്ലാം വാർത്തി ഈ കാണുന്ന രീതിയിൽ കോരി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും പൊരിച്ചെടുത്ത് മാറ്റി വെക്കട്ടോ. ഇത് നമുക്ക് ഇഫ്താർ സമയത്ത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മറ്റുള്ള സ്നാക്സിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ റെസിപ്പി പഞ്ചാബി സമൂസ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്